ഒരു നാൾ അയാൾ ഉയർന്നു വരും എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഞാനുമായി വളരെ അടുപ്പമായിരുന്നു നമ്പൂതിരിയും ലതയും ഒളിവിൽ പോകുന്നതുവരെ. റോയിയുടെ വിധി കാലം അയാളിലൂടെ തന്നെ നടപ്പിലാക്കി. ഇങ്ങനെ കള്ളപ്പണത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആയുധ വ്യാപാരത്തിൻ്റെയും ഒരു മാർക്കറ്റ് പോയിന്റ് ആണ് സ്ലോവാക്യ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഓണററി കോൺസുലേറ്റ് ആയതാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ കാരണം? തൻ്റെ ജീവൻ സ്വയം എടുത്ത് കുടുംബത്തെയും ബിസിനസ്സെയും. Good afternoon, friends. I want to share my business secrets. Small things which everybody can do. Every day morning I stand in this balcony and look at my school and I take a lot of motivation from there. See, actually as a child. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ? ഞാൻ നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഡോക്ടർ CJ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ഇതുപോലെ രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നു. പുള്ളിയുടെ പേര് ഇങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ പാട്ടാവുന്നുള്ളത് നിങ്ങളോ ഞാനോ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് വാർത്ത കേട്ട സമയത്ത് ഞെട്ടിപ്പോയി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടൽ തന്നെ ഇതായിരുന്നു. ശരിക്കും ഞെട്ടിപ്പോയൊരു വാർത്ത അല്ലേ? പിന്നെ പല കഥകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. നമുക്ക് ഓരോരോ വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ കടക്കുന്നതിന് മുന്നൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതുപോലത്തെ ആൾക്കാരുടെ മോട്ടിവേഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒന്നുകിൽ നമ്മൾ ഇതിൽ മോട്ടിവേറ്റഡ് ആയി പോകും. നമുക്ക് ഇങ്ങനെ ആയാൽ പോരാ, നമുക്ക് ഒന്നുകൂടി വേണം. നമുക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥിതിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ഷടാ ഇവർക്കൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾക്ക് എന്താ, നമ്മളുടെ ഒരു അവസ്ഥ എന്താ, നമുക്കൊന്നുമില്ല, നമുക്ക് ഇല്ല, ഇവർക്കൊക്കെ എന്തെങ്കിലും കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ, ഇവർ പ്രശ്നങ്ങൾ നേരിടുന്നൊരു കാര്യം, ഇവർക്ക് സാധിക്കാത്തതായിട്ടുള്ള ഈ ലോകത്ത് ഒരു കാര്യങ്ങളും ഇല്ല, ഇവർക്ക് എന്ത് വേണമെങ്കിലും സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ആൾക്കാരും, നമുക്ക് മോട്ടിവേഷൻ തരുന്ന പല ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫ്, അവരുടെ മനസ്സ്, അവരുടെ ലൈഫ് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ലൈഫ് എന്നാണ് ഏത് രീതിയിലാണ് നിൽക്കാൻ പോകുന്നതെന്ന് പോലും നമുക്കൊരിക്കലും ഊഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന സമയത്തേ ഞാൻ ചിന്തിച്ചൊരു കേസുണ്ട്. ഒന്നാമത് ഇദ്ദേഹത്തിന് വളരെ ഒരു നല്ല ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിവേഷമുണ്ട്. ഇപ്പോഴും ഞാനതൊന്ന് എതിരെ സംസാരിച്ച് പറയുന്നില്ല. കാരണം വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം, ആത്മഹത്യക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ ഇമേജിനെ ഇത്രയധികം ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസ് അത്രയധികം വന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ എത്രത്തോളം നല്ലൊരു വ്യക്തിയായിരുന്നു ഇത്രയും കാലം ആൾക്കാരുടെ ഉള്ളിലുണ്ടായിരുന്നത്, മനസ്സിലുണ്ടായിരുന്നത്, അതിനെ കംപ്ലീറ്റ് ഉൾട്ടടിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളിലും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പ്, കൃഷ്ണൻ നമ്പൂതിരി അയാളുടെ ഭാര്യ ലത എന്നിവരെ ചതിച്ചു. ആദ്യത്തെ ഭാര്യ ഇവരെ നമ്പൂതിരിയുടെ ഭാര്യ അടിച്ചുകൊണ്ട് പോന്നു. പിന്നെ അടുത്ത കേസ് സാമ്പത്തികമായിട്ട് പറ്റിച്ചു. അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് അച്ചടക്കമുള്ളൊരു വ്യക്തി, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു സംഭവം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്ന ഒരു വ്യക്തി, ഒരു കമ്പനി, സീറോ ഡെറ്റ് കമ്പനി, ഒരൊറ്റ രൂപ പോലും, ഒരു നയാ പൈസ പോലും കടമെടുക്കാതെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ വേറൊരാളില്ല അല്ലേ? ഒരു ലയബിലിറ്റി പോലും ഇല്ലാത്ത ഒരു ബിസിനസ് മാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പിന്നെ അങ്ങനെ ചാരിറ്റി ചെയ്യുന്നൊരു ഫിലാന്ത്രോപ്പിസ്റ്റാണ്, ചാരിറ്റി ചെയ്യുന്ന വ്യക്തി. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം പറയുകയാണ് ഇപ്പോൾ അനീഷിൻ്റെ കേസ്. അതൊക്കെ വളരെ നിസ്സാര കേസാണ്. പക്ഷെ എന്നാലും പറയാം, പുള്ളി ചെയ്യുന്ന ചാരിറ്റി, പുള്ളിയുടെ ലൈഫ് തന്നെ മോട്ടിവേഷനാണ്. അദ്ദേഹത്തിനൊന്നും ഒരിക്കലും ലൈഫിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കില്ല, നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചവരുന്ന് ഒറ്റ സെക്കൻഡിൽ നമ്മൾ അറിയുന്നു സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കലായിട്ടുണ്ട്. അതിലേറെ കൂടുതൽ ഞെട്ടിക്കൽ ആയി ഞെട്ടുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാവരും പറയപ്പെടുന്ന ഒരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കൃഷ്ണൻ നമ്പൂതിരി ലത, KRYSTAL ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന KRY എന്ന കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള. ഇതിപ്പോൾ ഒരു പോസ്റ്റിൽ വായിച്ചു, ബ്രാഹ്മണശാപം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു കണ്ടു. അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട്, സെയിൽസിൽ പിന്നെ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്ന CJ റോയ്, അദ്ദേഹം ഒരു കാലത്തും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത്രയധികം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചാപ്റ്റർ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടെന്നുള്ള ഒരാളും വിചാരിച്ചിരുന്നില്ല. പക്ഷെ നമുക്ക് മലയാളികൾക്ക് അറിയില്ലെങ്കിലും ബാംഗ്ലൂരൊക്കെ ഇതൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. പഴയ ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരു സംസാരമായിട്ടാണ് അതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അറിവ് വരുന്നുണ്ട്. അതായത് കൃഷ്ണൻ നമ്പൂരിയും ലത, അവർ രണ്ടുപേരെയും ചതിച്ചിട്ട് അവരുടെ ബിസിനസ് തട്ടിയെടുത്തിട്ടാണ് ഇയാൾ ഇത്രയധികം വളർന്നിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ
ഇപ്പം ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ മിസ്റ്റർ റോയിയെ ഇദ്ദേഹം എന്ന് വിളിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമായിരിക്കും. കാരണം വളരെ മോശമായിട്ടാണ് പലരും ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ തോന്നില്ല, കാരണം അങ്ങനെ ഒരു പരിവേഷമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് പ്രകാരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഡയറി കണ്ടെത്തി. ഡയറിയിൽ 9 പേജോളം മരണകാരണം, അതായത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു തന്നെ, സ്വയം ജീവനൊടുക്കിയത് തന്നെയാണെന്ന് സൂചന നൽകുന്ന അതിനുള്ള കാരണങ്ങൾ സഹിതമാണ് ആ ഒരു ഡയറിയുടെ 9 പേജസിൽ 9 പേജസ് ഓൾമോസ്റ്റ് 9 പേജസിൽ പുള്ളി എഴുതി വെച്ചിരിക്കുന്നതുള്ള ന്യൂസാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ കടബാധ്യത, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അല്ലേ, സീറോ ഡെറ്റ് കമ്പനി, കോൺഫിഡൻസ് ഗ്രൂപ്പ്, ആ പേര് തന്നെ ഭയങ്കരമാണ്. ആ പേരിട്ട കഥയും ഒരുപാട് ഇപ്പോൾ എനിക്കൊന്ന് കാണാത്തവർക്കായിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുള്ളിയുടെ പഴയ ഇൻ്റർവ്യൂസൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരാൾ പോലും വിചാരിക്കില്ല ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് അല്ലേ. ആ ഒരു 9 പേജിൽ എഴുതി കടബാധ്യതയെ പറ്റി എഴുതിയിട്ടുണ്ട്, മരണ കാരണത്തിലേക്കുള്ള സൂചനകൾ ഇതുണ്ട്, പിന്നെ ആരായിരിക്കണം ഇനി പിൻഗാമി എന്നുള്ളത്, പിന്നെ ജോലിക്കാരെ പറ്റി പരാമർശിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഇൻഫർമേഷനാണ് പുറത്തു വരുന്നത്. എത്ര നല്ല രീതിയിൽ ജീവിച്ചിട്ടും കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ 2 രീതിയിലാണ് ആൾക്കാർ അറിയപ്പെടുക. പക്ഷെ അത് ഒരു സൂയിസൈഡ് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന സംഭവം എത്ര മാത്രമേ ഉള്ളൂ. അതുവരെ ആ വ്യക്തി എന്ത് നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറക്കും ആൾക്കാർ. പിന്നെ പല പല കാര്യങ്ങളും ചകഞ്ഞു വന്നുകൊണ്ടിരിക്കും. പുള്ളി സ്ലോവാക്കിയയുടെ ഓണററി കോൺസുലറായിരുന്നു, കോൺസുൽ ജനറൽ അല്ലേ, അങ്ങനെ തന്നെയുള്ള ടേം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ പേര് കണക്ട് ചെയ്യുന്നത് തീവ്രവാദം റിലേറ്റഡ് ആയിട്ടാണ്. ഫണ്ട് എവിടെ നിന്ന് വന്നു, ഈ ഫണ്ട് ഉപയോഗിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് ED വന്നു എന്ന് വരെയാണ് ഫസ്റ്റ് പറഞ്ഞിരുന്നത്, പിന്നീടാണ് ഇൻകം ടാക്സ് മനസ്സിലായത്. ഒരു കാര്യം ഷുവറാണ്, ഇപ്പം ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, ഞങ്ങൾ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോ കോസ്റ്റ് നോട്ടീസസ് വരുന്നുണ്ട്, ഒരുപാട് പെനാൽറ്റീസിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിലും ഇത്ര വലിയൊരു തലവേദന പിടിക്കാറില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ന്യൂസ് കേട്ട സമയത്ത് തന്നെ ഫസ്റ്റ് പറഞ്ഞത്, ഇത്ര അധികം ആസ്തിയുള്ളൊരു വ്യക്തി, 9,000 12,000 ഇത്ര കോടി ആസ്തിയുള്ളൊരു വ്യക്തിക്ക്, ഇത്രയധികം ബിസിനസ് സാമ്രാജ്യങ്ങളുള്ളൊരു വ്യക്തിക്ക് ഒന്ന് മൈനസ് നെഗറ്റീവ് അല്ലെങ്കിൽ സീറോയിൽ നിന്ന് സ്വന്തം പരിശ്രമം കൊണ്ട് ഇത്രയധികം ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള വ്യക്തിക്ക് ഒരു ഇൻകം ടാക്സ് ഒക്കെ വന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ട് മനംനൊന്ന് മരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലുണ്ട്. എന്തോ കാര്യമായിട്ടുള്ള എന്തോ സംഭവങ്ങളുണ്ട് അറിയാൻ കഴിയുന്നത്. പല ആൾക്കാരും പലതും പറയുന്നുണ്ട്, നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പക്ഷെ എന്നാലും അറിയാൻ കഴിഞ്ഞിട്ടുള്ള ചില ജെന്യുവിൻ സോഴ്സസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സോഴ്സസ് എന്ന് തോന്നിപ്പിക്കുന്നത് പുള്ളിയുടെ ദുബായ് റിലേറ്റഡ് ബിസിനസ്സുകളാണെന്ന് കേൾക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ 15 വർഷം നിന്നാണ് ദുബായിൽ, അതുകൊണ്ടല്ല, അതൊന്നുമല്ല, നമ്മളവിടെ ഒരു ജോലിക്കാരെ മാത്രമായിരുന്നുള്ളൂ. പക്ഷേ പറയാൻ കാരണം വെച്ചാൽ നിയമങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ദുബായ്. അപ്പോൾ ദുബായിൽ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറഞ്ഞ പോലെ യൂസഫ് അലി ആണെന്നുണ്ടെങ്കിലും, അവിടെ പിന്നെ ഡോക്ടർ CJ റോയ് ആണെന്നുണ്ടെങ്കിലും, ശ്രീജിത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേ സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ നിയമം വളരെ കർശനമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ആൾക്കാർക്ക് അനുസരിച്ചുള്ള ഒരു ചെരുപ്പ് വെട്ടുന്ന പരിപാടി ആ സംഗതി ഇല്ല അവിടെ. അവിടെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ക്രമക്കേടിൻ്റെ ഭാഗമായിട്ട് ജയിലിലാവേണ്ട സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോവും എന്ന് കണ്ടിട്ട് ജീവൻ ഒടുക്കിയതായിരിക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന ന്യൂസ്. ഈ ഒരു ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പുറത്തു വന്ന സമയത്ത് സഹോദരൻ വന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ആ സമയത്ത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ പേരടക്കം പറഞ്ഞു. അതായത് ഈ IT ഉദ്യോഗസ്ഥർ വന്ന് കൊടുത്തിട്ട് പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾ ആ കൃഷ്ണപ്രസാദ് അങ്ങനെ പേര് ഞാൻ പറയുന്നില്ല, ആ പേര് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഫേമസ് ആണ്. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ സെർച്ചസ് വരുന്നൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ. ഒന്ന് ആലോചിച്ച് നോക്കും അവരുടെ സംസാരിച്ച കാരണം. ഇപ്പം ആ കുടുംബം പ്രസ് റിലീസ് മാറ്റി വെച്ചപ്പോൾ അവർക്ക് തന്നെ തോന്നി അത് പറഞ്ഞാൽ വള്ളിയാവും എന്നുള്ളത്. പിന്നെ അവരുടെ GM ജോർജ് എന്നൊക്കെ പേര് പുള്ളിയുടെയും ബാബു എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരൻ്റെയും മൊഴികളിൽ വ്യത്യാസമുണ്ട്. എന്തൊരു ലൈഫായി, എന്തൊരു വല്ലാത്തൊരു ജീവിതമായി പോയി ഇദ്ദേഹത്തിന് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പറയും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ തകർന്നടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ 2 പോസ്റ്റ് വായിക്കാം, 2-3 പോസ്റ്റ് വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ പറയാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, എനിക്ക്
റോയി നേരിട്ട് 2000 മുതൽ അറിയാം. അയാൾ അന്ന് ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ്. അക്കാലത്ത് ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നതും അവരുടെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിൽ ഒരു വില്ല ബുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉടമസ്ഥനായ കൃഷ്ണൻ നമ്പൂതിരിയുടെ കസ്റ്റമൈസ്ഡ് വില്ല എന്ന ആശയത്തിൽ ആകർഷണീയനായി. റോയാണ് എൻ്റെ വില്ലയുടെ പ്രൊജക്ട് മാനേജറായി വന്നത്. അതിനു മുമ്പ് അയാൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ റിസോർട്ട് മാനേജറായി ജോലി നോക്കുകയായിരുന്നു. അതിനു മുമ്പ് HP ജോലി ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു. നമ്പൂതിരിയെ ദൈവമായി കണ്ട് കാലിൽ വന്ദിച്ച് ദിവസം തുടങ്ങിയിരുന്ന റോയ് നമ്പൂതിരിയുടെയും ഭാര്യ ലതയുടെയും വിശ്വാസപാത്രമായി. ക്രിസ്റ്റൽ എന്ന പേര് തന്നെ കൃഷ്ണൻ നമ്പൂതിരി, കൃഷ്ണനമ്പൂരിൽ നിന്നും ലത തിരിച്ചിട്ട് TAL, അതാണ് ക്രിസ്റ്റൽ കേട്ടോ. നമ്പൂതിരി കെൽട്രോണിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായി കുറേ വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അറേബ്യൻ സ്വപ്നലോകത്ത് ചെന്ന് ഉണ്ടാക്കിയ പണമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ താല്പര്യം വന്ന് ബാംഗ്ലൂരിൽ മുടക്കിയത്. മുൻ ജോലി പരിചയമില്ലായിരുന്ന ലതയ്ക്ക് നമ്പൂതിരി കമ്പനിയുടെ ഫേസ് ആയി അയാളുടെ വേറിട്ട പെരുമാറ്റത്തിൽ ഒരുപാട് സെയിൽസ് നടത്താൻ സാധിച്ചു. പ്രത്യേകിച്ചും ബാംഗ്ലൂർ മലയാളികൾക്കിടയിൽ ലത കമ്പനിയുടെ ഫിനാൻസ് ആയിരുന്നു നോക്കിയിരുന്നത്. അവിടെ വന്ന പ്രൊജക്ട് എക്സിക്യൂഷൻ ഒഴിവിലാണ് റോയ് കണ്ണു നട്ടിരുന്നത്. നമ്പൂതിരിയുടെയും ലതയുടെയും വിശ്വസ്തനായ അയാളുടെ ആ സ്ഥാനത്തേക്കുള്ള ഉയർച്ച സ്വാഭാവികമായിരുന്നു. അധികം താമസിയാതെ പണം ഇറക്കാതെ തന്നെ അയാളെ അവർ പാർട്ട്ണറാക്കി. നമ്പൂതിരി സെയിൽസിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും കമ്പനി പെട്ടെന്ന് 100 കോടി രൂപ ക്ലബിൽ 2003 എത്തുകയും ചെയ്തു. നമ്പൂതിരി സെയിൽസിൽ കൂടുതൽ ശ്രദ്ധിച്ചതും ലതയുടെ പരിചയമില്ലായ്മയും റോയ്ക്ക് കൂടുതൽ അനധികൃതമായി പണം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി. അത് അയാളുടെ ജീവിത രീതിയിലും മാറ്റമുണ്ടാക്കി. 2005 ഒരു രാത്രിയിൽ ഞങ്ങളുടെ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ അയാളെ പോലീസ് റെയ്ഡിൽ പിടിച്ചു. സുഹൃത്തായിരുന്ന പോലീസ് കമ്മീഷനിൽ നിന്നും ചില അപ്രിയ സത്യങ്ങൾ നമ്പൂതിരി മനസ്സിലാക്കുന്നു. റോയിയെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോഴാണ് ആ വർഷങ്ങളിൽ ക്രിസ്റ്റൽ വാങ്ങിയിരുന്ന ആസ്തികളെല്ലാം റോയിയുടെ പേരിലാണെന്ന് അറിയുന്നത്. കൂടാതെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് പ്രകാരം എല്ലാ റിസോർട്ടുകളും കമേഴ്ഷ്യൽ കെട്ടിടങ്ങളും പണവും റോയ് പിരിഞ്ഞു പോകുന്നതിന് ആവശ്യപ്പെട്ടു. നമ്പൂതിരി അത് കൊടുക്കുകയും ചെയ്തു. 2005-2006 റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങി ക്രിസ്റ്റലിലെ പ്രോജക്ട് ടീമിലെ പലരെയും കൂടുതൽ ശമ്പളം കൊടുത്ത് അവിടേക്ക് സ്വാധീനിച്ചു. ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായതിനാൽ അധികം വൈകാതെ ദുബായിലേക്ക് താമസം മാറി. പിന്നീട് പല ദുബായ് പണക്കാരും ചെയ്യുന്ന പണം കൊടുത്ത് യൂറോപ്പിൽ നിന്നും ഒരു ഡോക്ടറേറ്റും കരസ്ഥമാക്കി ഡോക്ടർ റോയ് ആയി. ക്രിസ്റ്റൽ വലിയ കടക്കടിയിൽപ്പെട്ടു. താമസിയാതെ നമ്പൂതിരിയും ലതയും ഒളിവിൽ പോവേണ്ടി വന്നു. ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ലഭിക്കാതെ വന്ന ചിലർ കൊടുത്ത കേസിൽ ലത ജയിലിൽ കുറച്ചുനാൾ പോവേണ്ടി വന്നു. നമ്പൂതിരി എവിടെയെന്ന് അറിയാവുന്നവർ ഇന്നും ചുരുക്കം. ഒരു നാൾ അയാൾ ഉയർന്നു വരും എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഞാനുമായി വളരെ അടുപ്പമായിരുന്നു നമ്പൂതിരിയും ലതയും ഒളിവിൽ പോകുന്നതുവരെ. റോയിയുടെ വിധി കാലം അയാളിലൂടെ തന്നെ നടപ്പിലാക്കി എന്നേ പറയാനാവൂ. താൻ നിരന്തരം ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സംഗതി വന്നിട്ടുള്ളത്. ഇനി ശ്രീജിത്ത് പെരുമനയുടെ ഒരു പോസ്റ്റ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് പോസ്റ്റാണ്. ഡോക്ടർ CJ റോയ് സ്ലോവാക്യയുടെ ഓണററി കോൺസുലേറ്റ് ആണെന്ന് കേട്ടപ്പോൾ സ്ലോവാക്യ എന്ന രാജ്യത്തെക്കുറിച്ച് അറിയണമെന്ന് തോന്നി. സ്ലോവാക്യ എന്ന് കേട്ടിട്ടല്ലാതെ കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും സത്യം പറഞ്ഞാൽ കേട്ടു എന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പഠിച്ചത്. അങ്ങനെ കാര്യമായി ഒന്ന് പഠിച്ചു. ആളൊരു ചില്ലറക്കാരനല്ലാന്ന് ബോധ്യമായി. യൂറോപ്പിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ രാജ്യമാണെങ്കിലും സ്ലോവാക്യയ്ക്ക് പ്രത്യേകമായ ചില രാഷ്ട്രീയ സുരക്ഷാ സാമ്പത്തിക ഘടകങ്ങളുണ്ട്. സ്ലോവാക്യ വ്യാവസായിക പുരോഗതി നേടിയ ഒരു യൂറോപ്യൻ യൂണിയൻ ആൻഡ് നാറ്റോ രാജ്യമാണ്. അതുപോലെ ശക്തമായ നിയമങ്ങളും അവിടെയുണ്ട്. എന്നാൽ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം ധാരാളം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട്. ഏത്? സ്ലോവാക്യ കേട്ടോ. അവിടുത്തെ പലപ്പോഴും മയക്കുമരുന്ന്, ആയുധ കച്ചവടം തുടങ്ങിയ വിഷയങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ പേര് മുന്നിൽ കണ്ടുവരുന്നുണ്ട്. ഈസ്റ്റ് യൂറോപ്പ്, വെസ്റ്റ് യൂറോപ്പ് എന്നിവയുടെ ഇടയിലുള്ള ട്രാൻസ് റൂട്ട് എന്നതാണ് സ്ലോവാക്യയുടെ പ്രധാന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ഇതിൻ്റെ അതിർത്തികൾ ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ഉക്രൈൻ. ഓക്കെ. സ്ലോവാക്യയ്ക്ക് സോവിയറ്റ് കാലഘട്ടം മുതൽ ഒരു ശക്തമായ ഡിഫൻസ് മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ട്. ഇതിൽ ഭൂരിഭാഗവും നാറ്റോ ആൻഡ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള ആയുധ കയറ്റുമതിയാണ്. പക്ഷേ കോൺഫ്ലിക്റ്റഡ് സോൺസ് ഉള്ള രാജ്യങ്ങൾക്കടുത്തുള്ള സ്ഥാനം നിയമവിരുദ്ധ ആയുധക്കടത്ത് പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തുർക്കി, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ആയുധക്കടത്തിൻ്റെ കച്ചവട കേന്ദ്രം സ്ലോവാക്യ ആണ്. മയക്കുമരുന്ന് ട്രാൻസിറ്റ് റൂട്ട് എന്ന ആരോപണം മുന്നേ തന്നെ ഈ രാജ്യത്തിനുണ്ട്. സ്ലോവാക്യ ഡ്രഗ്സിൻ്റെ പ്രൊഡ്യൂസർ കൺട്രി അല്ല. എന്നാൽ ബാൽക്കൻ റൂട്ട്, ഈസ്റ്റേൺ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് എന്ന വഴികളിലെ ട്രാൻസിറ്റ് രാജ്യം എന്ന നിലയിൽ ഹെറോയിൻ, കൊക്കൈൻ, MDMA
പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് എന്നിവയ്ക്ക് കടന്നു പോകുന്നതിനുള്ള വഴിയായി ചില ക്രിമിനൽ നെറ്റ്വർക്ക്സ് ഈ രാജ്യം ഉപയോഗിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹെറോയിൻ ബാൽക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന സ്ലോവാക്യ വഴിയാണ്. അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള കൊക്കെയിൻ വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അതിൻ്റെ കച്ചവട കേന്ദ്രവും ഈ രാജ്യമാണ്. കൂടാതെ സിന്തറ്റിക് ഡ്രഗ്സ് നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ രാജ്യം. സ്ലോവാക്യനെ കുറിച്ചാണ്. ഇങ്ങനെ കള്ളപ്പണത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആയുധ വ്യാപാരത്തിൻ്റെയും ഒരു മാർക്കറ്റ് പോയിന്റ് ആണ് സ്ലോവാക്യ എന്ന് പറയാം. ഇത് എല്ലാ ഇൻ്റർനാഷണൽ ഏജൻസികൾക്കും അറിയുന്ന കാര്യവുമാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം സ്ലോവാക്യ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും രാജ്യം കൂടുതൽ സ്ക്രൂട്ടനിയിൽ ആവുകയും നിയമവിരുദ്ധ കച്ചവടങ്ങൾ തടയാൻ എക്സ്ട്രാ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ തടയിടാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ ഓണററി കോൺസുലേറ്റ് ആയതാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുടെ കാരണം? തൻ്റെ ജീവൻ സ്വയം എടുത്ത് കുടുംബത്തെയും ബിസിനസ്സെയും അദ്ദേഹം രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് ആണ് പുള്ളിയുടെ ശ്രീജിത്ത് പെരുമനയുടെ പോസ്റ്റ്. അടുത്ത കണ്ടോളൂ. CJ റോയിയുടെ ജാതകവും ബ്രാഹ്മണ സ്വത്ത് തട്ടിയെടുത്ത് ശാപവും എങ്ങനെ ജീവിതത്തിൽ ഫലിച്ചു എന്നത് ഈ പോസ്റ്റിൽ പറയും എന്ന് പറഞ്ഞിട്ട് കർമ്മഫലം നന്ദികേടും ചതിയും കാണിച്ച റോയ്ക്ക് കാലം കരുതി വെച്ച തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ദുരന്തമെന്നും അത് കർമ്മഫലമാണെന്ന് കുറിപ്പിൽ പറയുന്നു. അതായത് തന്നെ വളർത്തിയവരെ ചതിച്ച് ഉണ്ടാക്കിയ വിജയത്തിന് ആയുസ് ഉണ്ടാവില്ലെന്ന് ചെയ്ത ദോഷകർമ്മങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇതിലെ ഗുണപാഠം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റായിട്ട് വായിക്കുന്നില്ല, കുറച്ചൊക്കെ അതിൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു എലിമെൻ്റ് ഉള്ളതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഞെട്ടി എന്ന് പറയാനുള്ള റീസൺ നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെയല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവത്തിൽ എന്താണെന്ന് അറിയാം, ഞാൻ ഇതൊക്കെ ന്യൂസിൽ അവിടെ നിന്ന് കേൾക്കുന്ന കേട്ടല്ലോ, അല്ലാണ്ട് നമുക്ക് പേഴ്സണലി കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. മലയാളത്തിലുള്ള മാധ്യമങ്ങൾ ആണ് ഡോക്ടർ CJ റോയിയെ പ്ലസ് ചാനൽസ്, അതായത് ന്യൂസ് ഓൾ മീഡിയ, മലയാളത്തിലുള്ള മീഡിയ ആണ് ഇദ്ദേഹത്തെ ഇതുപോലെ ഒരു നന്മമര ആൻഡ് ഒരു ഹീറോ പരിവേഷം കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പുറത്ത് കന്നഡിക അവർക്കിടയിലൊക്കെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ട് ഒരുപാട്. പക്ഷേ ആളെന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, ഒരുപക്ഷെ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടോ അങ്ങനെ പ്രശ്നങ്ങളെ കൊണ്ടാണ് ചെയ്തത് എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചില ആൾക്കാരുണ്ടല്ലോ, യോഗ്യന്മാരുണ്ടല്ലോ, ആൾക്കാരെ പറ്റിച്ച് വലസി നടക്കുന്ന ആൾക്കാർ, അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഡെഫിനറ്റ്ലി പറയാതെ വയ്യ. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ വേറെടുത്ത് പറയുന്നില്ല, എങ്ങനെയെങ്കിലും 4 ആളെ പറ്റിച്ചിട്ടും കാശുണ്ടാക്കി ഞെളിഞ്ഞ് നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ ആ ഒരു കാറ്റഗറിയിൽ അദ്ദേഹം പെട്ടില്ല. പക്ഷേ ഡോക്ടർ CJ റോയിയെ പോലുള്ളൊരു വ്യക്തി ഇങ്ങനെ ചെയ്യണമെങ്കിൽ, കാരണം കുറേ കാലം മുന്നേ തന്നെ ഉറപ്പിച്ചു വെച്ചതാണെന്നുള്ള രീതിയിലാണ് ആ ഒരു കുറിപ്പ് കണ്ടാൽ പറയുന്നത്. കാരണം റെയ്ഡ് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഓൾറെഡി എല്ലാവരും ചർച്ച ചെയ്ത് പോയ കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. എന്തായാലും അത് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു, അന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് സംസാരിച്ച് പോയിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടോ പെട്ടെന്ന് അവർ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഇൻകം ടാക്സിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ഫൈൻഡിങ്സ് ഒന്നും ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടല്ല പറയുക, അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടിലൂടെ വേണം, എന്തായാലും ഇപ്പോൾ പബ്ലിഷ് ചെയ്യാതിരിക്കില്ല. ഡെഫിനറ്റ്ലി അവർക്കിപ്പോൾ ഈ ഒരു ആത്മഹത്യ, ഈ ഒരു ഡയറി കിട്ടിയത് വലിയ ഒരു സംഭവമായിരിക്കും. കാരണം വെച്ചാൽ ഡെഫിനറ്റ്ലി അവരുടെ പേരിൽ വന്നിട്ടുള്ള അലിഗേഷൻസ് കംപ്ലീറ്റ് ഇപ്പോൾ മാറ്റാം. ഇടയ്ക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നു, കേന്ദ്ര സർക്കാരിനെ കൊണ്ടുവരുന്നു, പല രീതിയിൽ നിന്നും എല്ലാം. കുറച്ച് ദിവസം ഷിംജിത ആയിരുന്നെങ്കിൽ കുറച്ച് ദിവസം ഇനി ഡോക്ടർ CJ റോയിയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഡെഫിനറ്റ്ലി അടുത്ത കോണ്ടന്റ് ഇതാണ്. അടുത്ത ഒരു CJ റോയിയോ ഷിംജിതയോ അങ്ങനെ ആരെങ്കിലും ആൾ വരുന്നത് വരെ ഡെഫിനറ്റ്ലി പല കഥകളും ഇതിൽ വരും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ വളരെ തേർഡ് റേറ്റ് ആയിട്ടുള്ള ചില ടീംസ് ഉണ്ട്, വളരെ തേർഡ് റേറ്റ് ആയിട്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഒഴിച്ചാൽ അറിയാം. ഡോക്ടർ CJ റോയ് എന്ന് പറഞ്ഞ് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന മുകളിലൊക്കെ വന്ന 2-3 കുറേ ആൾ കിടക്കുന്ന പല കോണ്ടൻറ് ക്രിയേറ്റേഴ്സുണ്ട്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പൊട്ടത്തരം എന്താ വിശേഷിപ്പിക്കണമെന്നറിയില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എത്ര വൾഗറായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ആൾക്കാർ എഴുതിയിട്ടുള്ളത്. എന്തായാലും തെളിയട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.